ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ OVBSൻ്റെ എത്രാമത്തെ ദിവസമാണ്? രണ്ടാമത്തെ ദിവസം. അപ്പോൾ ഇന്ന് സ്നേഹവിരുന്നായിരുന്നു കേട്ടോ. സ്നേഹവിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിൽ നിന്നും കുട്ടികൾ ഫുഡ് കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ ആയിട്ട് കഴിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ സ്നേഹവിരുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്നേഹവിരുന്നിന് എല്ലാവരും വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുവരുന്നുണ്ട്. ഞാനും കൊണ്ടുപോയി മെഴുക്കുവരട്ടിയും പയറുതോരനും മീൻ വറുത്തതും അച്ചാറും പിന്നെ ഒരു കുപ്പിയിൽ മോരും ഒക്കെ എടുത്തിട്ട് ഞാനും കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഈ പൊതിച്ചോറൊക്കെ ആയിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിയ ശേഷം ഉച്ച വരെ അവർക്ക് കുഞ്ഞു പിള്ളേർക്ക് ക്ലാസ് എടുക്കണം. അപ്പോൾ അവരുടെ ക്ലാസ് ടൈമാണ്. പെയിൻറ്റിങ്ങും വാക്യങ്ങളൊക്കെ പഠിച്ച് കുറച്ച് എക്സസൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എന്തിലേക്കാണ് പോകുന്നത്? നമ്മുടെ സ്നേഹവിരുന്നിലേക്ക്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് സ്നേഹത്തോടെ കൊണ്ടുവന്ന പൊതിച്ചോറുകൾ ഓരോരുത്തരുടെ മുന്നിലേക്ക് നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ഒരാൾ കൊണ്ടുവന്ന കറിയും മീനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ഷെയർ ചെയ്ത് കഴിക്കണം. അതേപോലെ ടീച്ചേഴ്സ് വീട്ടിൽ നിന്ന് എല്ലാ ടീച്ചർമാരും വീട്ടിൽ നിന്ന് ഓരോരോ ഡിഷസ് ഉണ്ടാക്കി കൊണ്ടുവരും. എല്ലാവർക്കും ഷെയർ ചെയ്യും. കുട്ടികൾക്കും ടീച്ചേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും. ഇവിടെ കുട്ടികൾ ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ പിള്ളേരായതുകൊണ്ട് എല്ലാം ഒന്നും ആർക്കും അങ്ങനെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അച്ഛനുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാൻ. അച്ഛനും കൊടുത്തു. പിന്നെ ഇവിടെ കുറച്ച് ടീച്ചർമാർ ഇവിടെ ഇന്ന് ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുക്കൽ, പ്രഹസനം, ചുമ്മാതെ എൻ്റെ വീഡിയോയിലിടാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ഇവിടെ നമ്മൾ സ്നേഹവിരുന്ന് എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ ബാലസമാജത്തിൽ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ പാട്ട് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവരുടെ പാട്ടാണ്. ആകാശത്തിൽ പാറി നടക്കും സൂത്രക്കാരല്ലേ നിങ്ങൾ സൂത്രക്കാരല്ലേ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവർക്കൊരു ഗെയിം കൊടുത്തു. ആരാണ് ഏറ്റവും കൂടുതൽ കടല പറക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങ് വീട്ടിലേക്ക് പോയി. എത്രയേ ഉള്ളൂ ബേബി.